റയൽ മാഡ്രിഡ് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിലും അവരവരുടെ വിജയം കണ്ടിന്യൂ ചെയ്യുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ഒരു ലാസ്റ്റ് 5-2 എന്നുള്ളൊരു പരാജയത്തിന് ശേഷം റയൽ മാഡ്രിഡ് അങ്ങനെ ബാക്ക് ടു ട്രാക്ക് വിന്നിംഗ് ട്രാക്കിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണെന്ന് മാത്രം. ഖൈറാത്ത് അൽ മാറ്റി എന്നുള്ള ഒരു അഫ്ഗാനി ക്ലബിനോടായിരുന്നു അവർക്ക് മാച്ച് ഉണ്ടായിരുന്നത്. 5-0 എന്നുള്ളൊരു സ്കോറിന് മാച്ച് വിജയിച്ചു. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ്, അതായത് അവരുടെ ഹോം മാച്ചാണ്. അതായത് അവർക്ക് നല്ലപോലെ ട്രാവൽ ചെയ്യാനുണ്ട് റയൽ മാഡ്രിഡിന്. 1000 സംതിങ് കിലോമീറ്റർ അവർക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അതൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടെ പോകുന്നു. അവിടുത്തെ സ്റ്റേഡിയം കംപ്ലീറ്റ് ഓഡിയൻസ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീം തങ്ങളുടെ നാട്ടിലോട്ട് വരുന്നു, തങ്ങളുടെ നാട്ടിലോട്ട് വരുന്നു, അവരുടെ ടീമിനെതിരെ കളിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ്. ആ ഒരു ടീമിനെതിരെ എങ്ങാനും ഒരു ഗോൾ വന്നാൽ അത് കംപ്ലീറ്റ് ആഘോഷമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. വെറും 5000, 10,000 എത്ര സംതിങ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയം മാത്രമാണത്. പക്ഷെ അത് ഫുള്ളായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കംപ്ലീറ്റ്. അവരുടെ ടീമിന് കംപ്ലീറ്റ് സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും. അങ്ങനെയായിരുന്നു മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. കളിയുടെ തുടക്കം തന്നെ 11ാമത്തെ സെക്കൻഡിൽ തന്നെ അവർക്കൊരു കിഡിലൻ ചാൻസ് കിട്ടി. ആ ഒരു ഖൈറാത്ത് അൽ മാറ്റി എന്നുള്ള ഒരു ടീമിനെ അവർ ഹെഡ് ചെയ്തു. പക്ഷേ പ്രോപ്പർ തിബോ കോർട്ടുവയുടെ കയ്യിലോട്ടാണ് അത് കിട്ടിയത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ഹെഡ് സ്റ്റാർട്ടോടുകൂടി അവന്മാർക്ക് തുടങ്ങായിരുന്നു. എന്തായാലും റയൽ മാഡ്രിഡ് എന്താ പറയുക, അവരുടെ സ്റ്റാർട്ടിംഗ് 11 എന്ന് പറയുന്നത് തിബോ കോർട്ടുവ ആയിരുന്നു ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ബാക്ക് ആയിട്ട് റൗൾ അസെൻസിയോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹ്യൂസണും അലാബയുമായിരുന്നു സെൻറ്റർ ബാക്ക് ആയിട്ടുണ്ടായിരുന്നത്. കാരണം മിലിറ്റാവൊക്കെ ചെറിയ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ള രീതി തന്നെയാണ് കറൻലി ഇപ്പോൾ ഉള്ളത്. റൂഡിഗറിന് ഓൾറെഡി ഇഞ്ചുറിയാണ്. പിന്നെ ഹ്യൂസൺ ആയിരുന്നു ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ ഫ്രാങ്ക് ഗാർസിയ ആയിരുന്നു. ഇപ്രാവശ്യം കരേറാസ് അല്ല, ഫ്രാങ്ക് ഗാർസിയ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡറായിട്ട് ചെമനിയും പിന്നെ വിനി മസ്തൻതുവാനോ അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്ന. അർദെ ഗുളർ പിന്നെ എംബാപ്പെ. അങ്ങനെ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. പിന്നെ വാൽവർദേയും സോറി അങ്ങനെ ആ ഒരു മിഡ്ഫീൽഡിൽ അങ്ങനെയായിരുന്നു ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ലൈനപ്പോട് കൂടി മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ച് ഒരു എന്താ പറയുക, ഖൈറാത്ത് അൽ മാറ്റി എന്ന് പറയുന്നത് അങ്ങനെ യൂറോപ്യൻ ടീമുകളുമായിട്ട് അങ്ങനെ ഏറ്റുമുട്ടി ശീലമില്ലാത്തൊരു ടീമായതുകൊണ്ട് തന്നെ അത്രയും റയൽ മാഡ്രിഡ് പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ അതിൻ്റേതായുള്ള ഒരു അഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡിന് ഉണ്ടായിരുന്നു. തുടക്കം തന്നെ റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കുകളായിരുന്നു. പക്ഷേ അവർ മോശമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തിരുന്നു. ഒരു തുടക്കം തന്നെ എനിക്കൊന്ന് വിനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് മസ്തൻതുവാനൊക്കെ ഒരു ബോൾ കിട്ടി, ബോക്സിലോട്ട് ഒരു ബോൾ കിട്ടി. ആ ബോൾ കിട്ടി, അദ്ദേഹം ആ ഒരു ബോൾ കൺട്രോൾ ചെയ്തു. പക്ഷേ ഗോൾ കീപ്പർ അദ്ദേഹത്തെ എന്താ പറയുക ഫൗൾ ചെയ്ത് റയൽ മാഡ്രിഡിന് ഫസ്റ്റ് തന്നെ ഒരു പെനാൽറ്റി കിട്ടി. അത് എംബാപ്പെ ഈസി ആയിട്ട് അത് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ഇത് കംപ്ലീറ്റ്ലി റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്ക് എംബാപ്പയിലോട്ട് ഒതുങ്ങി പോകുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് എംബാപ്പെ മാത്രം ഗോൾ സ്കോർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ മാച്ചിൽ ഹാട്രിക് അടിച്ചു, എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. 2 ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ നിന്നും 5 ഗോൾ എംബാപ്പെ സ്കോർ ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ അദ്ദേഹം തന്നെയാണ്. അതൊക്കെ ശരിയാണ്, അതൊന്നും അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിലുള്ളൊരു കളി മാത്രമല്ലല്ലോ. ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിലും കൂടെയുള്ള പ്ലേയേഴ്സും കൂടിയും ഗോൾ അടിക്കണം. ഇപ്പോൾ വിനി കഴിഞ്ഞ മാച്ചിൽ ഗോൾ അടിച്ചിട്ടില്ല, മസ്തൻതുവാനോ കഴിഞ്ഞ മാച്ചിൽ ഗോൾ അടിച്ചിട്ടില്ല. ചാൻസ് കിട്ടിയിരുന്നു, വിനിക്കൊക്കെ ചാൻസ് കിട്ടിയിരുന്നു, കിട്ടാത്ത പ്രശ്നമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എംബാപ്പെ മാത്രം ഗോൾ അടിക്കുന്ന പോലെ ആവുന്നുണ്ട്. എന്താണെന്നറിയില്ല. റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് കാപ്പബിലിറ്റി കൊണ്ട് തന്നെ ഹാട്രിക് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിൽ. അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ചും ഉള്ളത്. സോ മസ്തൻതുവാനോൻ്റെ ആ ഒരു ഫോളിലൂടെ എംബാപ്പെ ഒരു പെനാൽറ്റിയുടെ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലായിരുന്നു അതുണ്ടായിരുന്നത്. 1-0 എന്നുള്ള ആ ഒരു രീതി തന്നെയാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. പിന്നെ വലിയ അറ്റാക്കുകളൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെ വലിയ അറ്റാക്കുകളില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്താണ് തിബോ കോർട്ട് ഒരു ബോൾ ക്ലിയർ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഹാഫിലോട്ട് അടിച്ചു. അത് എംബാപ്പെ ഓടിയെടുത്തു. എനിക്ക് തോന്നുന്നു മയോർക്കെതിരെ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മയോർക്കെതിരെ അതോ റയൽ സോസിഡാഡിനെതിരെ ഇതുപോലൊരു ഗോൾ എംബാപ്പെ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓടിയെടുത്ത ആ ഒരു ഗോൾ ഖൈറാത്ത് അൽ മാറ്റിയുടെ ആ ഒരു ഡിഫൻഡറിനൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല എംബാപ്പേനെ. അമ്മതൊരു പോയത്. ആ പോക്ക് പോയി അദ്ദേഹം ആ ഒരു ഗോൾ കീപ്പറിൻ്റെ അവിടെ എത്തിയപ്പോൾ സിമ്പിളായിട്ട് ചിപ്പ് ചെയ്ത് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2-0 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തി. 2 എംബാപ്പെ തന്നെയാണ് ഗോൾ സ്കോർ ചെയ്തത്. ആ ഒരു അസിസ്റ്റ് കിട്ടിയത് തിബോ കോർട്ടുവക്കാണ്. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് ആർദെ ഗുളറും വിനിയും എംബാപ്പയും തമ്മിലൊരു കോമ്പിനേഷനിൽ ഒരു കിഡിലൻ അറ്റാക്ക് നടന്നിരുന്നു. ആർദെ ഗുളർ എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. എംബാപ്പെ ആ ഒരു ബോൾ എന്താ പറയുക മറ്റേ ഫ്ലിക്കിലൂടെ വിനി ജൂനിയറിന് കൊടുക്കുന്നു. വിനി ജൂനിയർ ആ ഒരു ബോൾ 2 പേരുടെ ഇടയിലൂടെ, അതായത് ഖൈറാത്ത് അൽ മാറ്റിയുടെ 2 ഡിഫൻഡർ ഉണ്ടായിരുന്നു, അതിൻ്റെ 2 ഇടയിലൂടെ അവർ വിനിയിലോട്ട് എടുത്തപ്പോൾ അവർ 2 ഇടയിലൂടെ എംബാപ്പയ്ക്ക് കൊടുത്തു. എംബാപ്പെ ആ ഒരു ഷോട്ട് എടുത്തു. ഈസി ആയിട്ട് ഹാട്രിക് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. പക്ഷേ എംബാപ്പെ അത് പുറത്തോട്ട് അടിച്ചു. അത് എന്താണെന്നറിയില്ല. എന്തായാലും അദ്ദേഹം പുറത്തോട്ട് അടിച്ചു. അതിൻ്റെതായുള്ള ഫ്രസ്ട്രേഷൻ എംബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. എംബാപ്പയ്ക്ക് അവിടെ ഹാട്രിക് മിസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ
നമ്മുടെ വിനി ജൂനിയറിനെ പിൻവലിച്ച് ബ്രൈം ഡയസിനെയും മസ്തൻ തുവാനെ പിൻവലിച്ച് റോഡ്രിഗോയെയും കൊണ്ടുവന്നു. ഓക്കെ, റോഡ്രിഗോ ഒരു ബോൾ അറ്റാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ബോൾ നേരെ ആർദെ ഗുളറിന് കൊടുക്കുന്നു. സംഭവം എംബാപ്പയ്ക്ക് കൊടുത്തതാണ്. നല്ലൊരു റോഡ്രിഗോ ക്രിയേറ്റിവിറ്റി ബോളായിരുന്നു അത്. റോഡ്രിഗോ അത് എംബാപ്പയ്ക്ക് കൊടുത്തതാണ്. പക്ഷേ ആർദെ ഗുളർ അതിൻ്റെ ഒന്ന് ജസ്റ്റ് കാല് വെച്ച് അത് എംബാപ്പെ കിട്ടി. എംബാപ്പെ ഫസ്റ്റ് ടൈം ഷോട്ട് അടിച്ചു, ഗോളായി. ആ ഗുളറിനായി ഒരു അസിസ്റ്റ് കിട്ടിയത്. പക്ഷേ റോഡ്രിഗോ അവിടെ ഒന്നും നിർത്തിയില്ല. ഓക്കെ, പിന്നെ എംബാപ്പേനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബെല്ലിംഗാം വന്നു, പിന്നെ അതുപോലെ തന്നെ കാമാവിംഗ വന്നു, അവരൊക്കെ വന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സാബി അലൻസോ അവരെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ്രിഗോൻ്റെ പിന്നെ ഒരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു. ഒരു കാമാവിംഗ ഒരു ബോൾ റോഡ്രിഗോക്ക് കൊടുക്കുന്നു. റോഡ്രിഗോ ആ ഒരു ബോള് എന്നാൽ ഒരു വിങ്, നമ്മൾ പ്രോപ്പർ ഒരു വിനിയിൽ നിന്നൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രിബിളിങ്ങിലൂടെ റോഡ്രിഗോ ആ ഒരു ബോൾ ബോക്സിൻ്റെ എഡ്ജിലോട്ട് കൊണ്ടുവന്നു. അവിടുന്ന് നേരെ ഒരു ചിപ്പഡ് ബോൾ കാമാവിംഗക്ക് കൊടുക്കുന്നു. കാമാവിംഗ അത് ഹെഡ് ചെയ്യുന്നു, ഗോളാവുന്നു. ഓക്കെ, അതൊരു കിഡ്ലൻ ചാൻസ് ആയിരുന്നു. അതാ പറഞ്ഞു, റോഡ്രിഗോ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷനാണ്. ചാമ്പ്യൻസ് ലീഗ് രണ്ടാമത്തെ മാച്ചായി. ലാലിഗ മാച്ച് ഒരു 5-6 റൗണ്ട് 7 റൗണ്ട് 8 റൗണ്ട് കഴിഞ്ഞു മാച്ച്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വന്ന ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ റയൽ മാഡ്രിഡിന് വരുന്നത്. സോ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സത്യസന്ധമായിട്ട് പറയല്ലോ, കഴിഞ്ഞ മാച്ചിലും കഴിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മാച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ്രിഗോ എന്ത് ക്വാളിറ്റിയിൽ അദ്ദേഹം കളിക്കുന്നു അറിയില്ല. സാബി അലൻസോ വിനിയെയും റോഡ്രിഗോയും മാറ്റി കളിക്കുന്നുണ്ട്. ഇത്ര രണ്ടും ക്ലാസ് പ്ലെയേഴ്സിനെ അങ്ങനെ ഒതുക്കണോ, റോഡ്രിഗോയെ ഇത്ര ഒതുക്കണോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ഓഫ് കോഴ്സ് അതൊരു ചോദ്യം തന്നെയാണ്. അറിയില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും റോഡ്രിഗോയുടെ അസിസ്റ്റിൽ നമുക്ക് കാമാവിംഗ ഗോൾ സ്കോർ ചെയ്തു. പിന്നെയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ഒരു ടീം പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി. അതായത് കാമാവിംഗ ഒരു ബോള് നമ്മുടെ കാമാവിംഗ ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ബെല്ലിംഗാം ആ ഒരു ബോൾ അദ്ദേഹത്തിന് ആർക്കാ കൊടുത്ത്, ഗോൺസാലോ ഗാർസിയക്കാണെന്ന് തോന്നുന്നു. ഗോൺസാലോ ഗാർസിയ ആ ഒരു ബോൾ നേരെ ബ്രൈം ഡയസിന് കൊടുക്കുന്നു. ബ്രൈം ഡയസ് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു, പോസ്റ്റ് തൊട്ടൊന്നും ഗോളാവുന്നു. അവസാനത്തെ ഒരു 2 ഗോളാണ് നമ്മളൊരു റയൽ മാഡ്രിഡിൻ്റെ ഒരു ഗോളായിട്ട് കാണുന്നത്. അതായത് അങ്ങനെ റയൽ മാഡ്രിഡിനെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ടീം പെർഫോമൻസിലുള്ള പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗോളുകളൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ഗോൾ. ഓക്കെ, എംബാപ്പയുടെ ഗോൾ ഞാൻ മോശമാക്കി പറഞ്ഞല്ല. എംബാപ്പെ നമ്മൾ സ്ഥിരം എംബാപ്പെ എങ്ങനെയാണോ ഗോൾ അടിക്കുന്നത് ആ ഒരു പാറ്റേൺ തന്നെയാണ് അദ്ദേഹം ഗോൾ അടിച്ചത്. പക്ഷേ ഇതൊരു റയൽ മാഡ്രിഡ് ടൈപ്പ് ഓഫ് ഗോളായിരുന്നു. ഓക്കെ, അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. എന്തായാലും എംബാപ്പയിലോട്ട് മാത്രം ആ ഒരു ഗോൾ സ്കോറിങ് നിൽക്കരുത്. പണ്ടൊക്കെ വിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു വിനിയുടെ ഡ്രിബ്ലിംഗ് ആയിരുന്നു. അതൊന്നും കാണാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ആസ് എ റയൽ മാഡ്രിഡ് ഓഡിയൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോയുടെ ആ ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഗോളും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ടു ബി ഫ്രാങ്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് റയൽ മാഡ്രിഡിൻ്റെ അവസ്ഥ. റയൽ മാഡ്രിഡ് 2 മാച്ചിൽ നിന്നും 2 വിജയിച്ചു. അത്യാവശ്യം നല്ലൊരു ഗോൾ ഡിഫറൻസിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ അത്യാവശ്യം ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ടോപ്പ് 5 എടുത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ബാഴ്സലോണ വേഴ്സസ് PSG മാച്ച് ഇന്നുണ്ട് 12:30. ഓക്കെ, അതൊരു കിടിലൻ ത്രില്ലർ മാച്ചായിരിക്കും, അത് കാണണം എന്തായാലും. സോ റയൽ മാഡ്രിഡ് അങ്ങനെ പൊക്കോന്നിരിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. ലാലിഗയിൽ ഇനി അവർ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. ഈ മാസം എൽ ക്ലാസിക്കോ ഉണ്ട്. സോ എല്ലാം നമ്മൾ വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്.